അമീബിക് മസ്തിഷ്ക ജ്വരത്തെ രണ്ടായിട്ട് തിരിക്കാം. അതായത് ഒന്ന് അക്യൂട്ടായിട്ടുണ്ടാകുന്നത്, പെട്ടെന്നുണ്ടാകുന്നത്, അതിനെ പറയുന്ന ഒരു ഷോർട്ട് ഫോം ഉണ്ട്, പാം എന്ന് പറയും. അതായത് പ്രൈമറി മെനിങ്കോ എൻകഫലൈറ്റിസ് എന്നാണ് പാമിൻ്റെ ഫുൾ ഫോമായിട്ട് പറയുന്നത്. പ്രൈമറിയാണ് ഇത്. ശരിക്കും നമ്മുടെ സാധാരണ മെനിഞ്ചൈറ്റിസ് എന്നുള്ള രോഗത്തെ പോലെ ഉള്ള രീതിയിലായിരിക്കും ഇത് ലക്ഷണങ്ങൾ കാണുന്നത്. അക്യൂട്ടായിരിക്കും, പെട്ടെന്നായിരിക്കും. അതായത് പെട്ടെന്നെന്ന് പറയുമ്പോൾ പനി കാണും, തലവേദന വളരെ ഭയങ്കരമായിട്ട് കാണും, വൊമിറ്റിംഗ് കാണും, ചില സമയങ്ങളിൽ ജന്നി വരെ വരാറുണ്ട്. പെട്ടെന്നായിരിക്കും ഇതിൻ്റെ ലക്ഷണങ്ങളെല്ലാം കൂടുന്നത്. പെട്ടെന്ന് അത് മരണത്തിലോട്ട് പോകാനും സാധ്യതയുണ്ട് ചികിത്സിച്ചില്ല എങ്കിൽ. അടുത്ത കണ്ടീഷനാണ് GAE എന്ന് പറയും. അതായത് ഗ്രാനുലോമാറ്റസ് അമീബിക് മെനിഞ്ചൈറ്റിസ് എന്ന് പറയും. മെനിങ്കോ എൻകഫലൈറ്റിസ്, എം എന്ന് പറയും, മെനിങ്കോ എൻകഫലൈറ്റിസ് എന്നാണ്. ഇതിൽ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയില്ല. അതായത് അസുഖം തുടങ്ങി, അസുഖത്തിൻ്റെ ലക്ഷണങ്ങളൊന്നും അങ്ങനെ മനസ്സിലാകത്തില്ല. ചെറുതായിട്ട് അസ്വസ്ഥതയൊക്കെ വന്നു തുടങ്ങും. ഏകദേശം ഒരു 1 മുതൽ 10 ദിവസം കഴിയുമ്പോഴൊക്കെ ആയിരിക്കും ഇതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുകൾ തുടങ്ങുന്നത്. വളരെ ഗ്രാജ്വലി ആയിട്ടായിരിക്കും ഇതിൻ്റെ ലക്ഷണങ്ങളെല്ലാം കണ്ടു തുടങ്ങുന്നത്.